കാരക്കോണം മെഡിക്കൽ കോളേജ് തലവരിപ്പണം കേസിൽ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് തിരിച്ചടി. ഇഡി രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കില്ല. ഇഡി അന്വേഷണം തുടരാം. ധർമ്മരാജ് റസാലം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സാലി ചേരുന്നു. സാലിയെ, ധർമ്മരാജ് റസാലവുമായി ബന്ധപ്പെട്ടിന്ന് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? റസാലത്തിൻ്റെ ആവശ്യം എന്തൊക്കെയായിരുന്നു? അതായത് ഈ കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി പ്രവേശനത്തിനായി തലവരിപ്പണം വാങ്ങിയെന്ന ആക്ഷേപം ഉയരുകയും ഇഡി ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. 28 രക്ഷിതാക്കളിൽ നിന്നായി 7 കോടിയോളം രൂപ തലവരിപ്പണം, അതായത് കോഴ വാങ്ങിയെന്നായിരുന്നു കേസ്. അതിൽ അന്വേഷണം ഇഡി ആരംഭിക്കുകയും ചെയ്തു. നമുക്കൊക്കെ അറിയുന്നത് പോലെ കോളേജിലും വിവിധ ഇടങ്ങളിലും ഒക്കെ റെയ്ഡ് നടത്തി, പരിശോധന നടത്തി. റസാലത്തെ അടക്കം ഇവിടെ കൊച്ചി ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലൊക്കെ ഘട്ടം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ധർമ്മരാജ് റസാലം ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായത്. ഈ കേസ് റദ്ദാക്കണം, ഈ കേസ് നിലനിൽക്കില്ല, കാരണം ഇതിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ PMLA ആക്ട് നിലനിൽക്കില്ല. ഇത് കോളേജിൻ്റെ PTA ഫണ്ടിലേക്കും മറ്റും വാങ്ങിയ പണമാണ്. മാത്രമല്ല, താനിതിലൊരു ഇടപെടലും നടത്തിയിട്ടില്ല. കോളേജ് നടത്തിപ്പുകാർ പണം വാങ്ങിയോ വാങ്ങിയില്ലയോ എന്നുള്ളത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, താൻ ഇതിൻ്റെ ചെയർമാൻ മാത്രമാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ED അതിന് മറുപടി പറഞ്ഞത് ഇവരുടെ ഈ ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടത്തിപ്പുകാർ പണം വാങ്ങിയത്, അതുകൊണ്ട് അദ്ദേഹം പ്രതിയാണെന്നുള്ളതാണ്. ഏതായാലും തന്നെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണം, ഈ കേസെ ഒഴിവാക്കണം എന്നതായിരുന്നു ഡോക്ടർ ധർമ്മരാജ് റസാലത്തിൻ്റെ ആവശ്യം. കോടതി ഇത് തള്ളി. ഇനി ഇഡിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം. യാതൊരു തടസ്സവും ഈ അന്വേഷണത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. കോടതി ഇടപെടൽ ഈ കേസിലില്ല. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് VG അരുണിൻ്റേതാണ് ഉത്തരവ്. ബിഷപ്പ് ധർമ്മരാജ് റസാലം നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു.